ഓക്കെ, അപ്പൊ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വെന്റിലേറ്റർ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് എടുത്തുകൊണ്ടിരുന്നത്. അത് ഏകദേശം കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട് അല്ലെ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ചാപ്റ്റർ ആണെന്ന് പറഞ്ഞു. ഇഷ്ടമായില്ലേ വെന്റിലേറ്റർ? ഇഷ്ടമായോ? വളരെ കുഞ്ഞു ചാപ്റ്റർ ആയിരുന്നില്ലേ? പഠിക്കാനും നല്ല ഈസിയാണ്, വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബെനഫിറ്റ്സ് വരെയാണോ പറഞ്ഞു നിർത്തിയത്? ബെനഫിറ്റ്സ് കംപ്ലീറ്റ് ചെയ്തോ? ബെനഫിറ്റ്സും ദെൻ റിസ്ക് ഓഫ് ബീയിങ് ഓൺ വെന്റിലേറ്റർ പറഞ്ഞോ? റിസ്ക് ഇല്ല. ഫസ്റ്റ് ഇൻഫെക്ഷൻസ് കംപ്ലീറ്റ് ചെയ്തിരുന്നു അല്ലേ? ചാപ്റ്റർ ഏതായിരുന്നോ? ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ ക്ലാസ്സിൽ? വെന്റിലേറ്റർ ആണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. ഓക്കെ, ഇൻഫെക്ഷൻ കംപ്ലീറ്റ് നമ്മൾ പറഞ്ഞു അല്ലെ. ദെൻ നെക്സ്റ്റ് വൺ നോക്കാം. അപ്പോ വെന്റിലേറ്ററിലെ റിസ്കുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അതില് ഫസ്റ്റ് വൺ ആണ് ഇൻഫെക്ഷൻ. Then second one, irritation. നോക്കാം, irritation. The breathing tube can tap against and irritate the throat or lungs. It can also make it hard to cough. അല്ലെ, നമ്മള് ഒരു ട്യൂബ് ഇടുമ്പോഴുള്ള അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ, ഭയങ്കര ഇറിറ്റേറ്റ് ആണ്. ഈ ഇടുന്ന ട്യൂബ്, പേഷ്യൻസിന് ട്യൂബ് ഇടുമ്പോൾ ബ്രീത്തിങ് ട്യൂബ് മൂക്കിലൂടെ ആണെങ്കിലും വായിലൂടെ ആണെങ്കിലും ബ്രീത്തിങ് ട്യൂബ് ഇടുമ്പോൾ ആ ട്യൂബ് നേരെ നമ്മളുടെ തൊണ്ടയിൽ കൂടി നമ്മുടെ ലങ്സിലോട്ടാണ് എത്തുന്നത് അല്ലെ. നമ്മുടെ ശ്വാസകോശത്തിന് അവിടെ വരെ ട്യൂബ് എത്തിയിട്ടുണ്ടാകും. സോ ഇറ്റ് ക്യാൻ ഓൾസോ മേക്ക് ഇറ്റ് ഹാർഡ് ടു കഫ്. അപ്പൊ പേഷ്യന്റിനൊന്നും ചുമക്കാനൊക്കെ ആണെങ്കിൽ സാധിക്കില്ല. കാരണം ഭയങ്കര എന്താ പറയാ, ബുദ്ധിമുട്ടായിരിക്കും, ഡിഫിക്കൽട്ട് ആണെന്ന്. കാരണം ഈ തൊണ്ടയിൽ കൂടി ഈ ഒരു ട്യൂബ് നമ്മുടെ ലങ്സ് വരെ കടന്നു ചെന്നിരിക്കുകയാണ് അല്ലെ. അപ്പോ സ്വാഭാവികമായിട്ടും ചുമക്കാനൊക്കെ ബുദ്ധിമുട്ട് നമുക്ക് അനുഭവപ്പെടും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, കോവിഡ് ടൈമിൽ നമ്മൾ കോവിഡ് ടെസ്റ്റ് ചെയ്ത കാര്യം പറഞ്ഞില്ലേ? ഓർക്കണുണ്ടോ? അത് എനിക്ക് തോന്നുന്നു 1 സെക്കൻഡോ 2 സെക്കൻഡോ നമ്മൾ മൂക്കിൽ ആ ഒരു ചെറിയൊരു ട്യൂബ് പോലത്തെ സംഭവമല്ലേ നമ്മൾ നോക്കിയത്. അപ്പൊ തന്നെ നമുക്ക് ഇങ്ങനെയാണ്, പെട്ടെന്ന് നമുക്ക് തുമ്മാനായിട്ട് വരും, ചുമക്കാൻ വരും ഇല്ലേ? വന്നില്ലേ? വന്നോ? ടെസ്റ്റ് ചെയ്തതല്ലേ? കോവിഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടോ അല്ലെ? അപ്പൊ എന്തായിരുന്നു നിങ്ങളുടെ അനുഭവം? എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്? വളരെ നല്ല എക്സ്പീരിയൻസ് ആണോ? ആയിരുന്നോ? ഭയങ്കര ഇറിറ്റേഷൻ അല്ലേ? അല്ലെ, ഇപ്പൊ മൂക്കിലാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ തുമ്മാനായിട്ട് വരും അല്ലെ, അല്ലെങ്കിൽ വായിലൂടെ ആണെങ്കിൽ നമുക്ക് എന്താണ്, ചുമക്കാനൊക്കെ നമുക്ക് തോന്നും. പക്ഷെ ഇതിങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ചുമക്കാൻ പറ്റുമോ? ഇല്ല, ഭയങ്കര ഇറിറ്റേഷൻ ആണ് അല്ലെ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. വെന്റിലേറ്ററിലായിരിക്കുന്ന ഒരു പേഷ്യൻസ്, ഫുൾ ടൈം ട്യൂബ് ഇട്ടിരിക്കുന്ന പേഷ്യൻസ് ആണ്. സോ ആ പേഷ്യൻസിന്റെ അവസ്ഥ എത്രത്തോളം ബുദ്ധിമുട്ടുള്ളതായിരിക്കും അല്ലെ. നമുക്കൊരു 1 സെക്കൻഡോ 2 സെക്കൻഡോ ഇത് നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആണെന്ന് പറയണം അല്ലെ. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, എത്രത്തോളം എന്താ പറയാ, നമുക്ക് ചിന്തിക്കാവുന്നതിലപ്പുറമാണ് അല്ലെ ആ ഒരു ഇറിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നെക്സ്റ്റ് വരുന്നത് വോക്കൽ കോഡ് ഇഷ്യൂസ്. വോക്കൽ കോഡിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങൾ നോക്കാം. The breathing tube can tap against a breathing tube goes through the voice box, larynx, which consists of vocal cords. അതായത് നമ്മൾ ഈ ബ്രീത്തിങ് ട്യൂബ് നേരെ നമ്മളുടെ വോയിസ് ബോക്സിലോട്ട് പോയിരിക്കുന്നു. വോയിസ് ബോക്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മുടെ സൗണ്ട് പുറപ്പെടുവിക്കുന്നത് അല്ലെ. സോ ആ വോയിസ് ബോക്സ് കൺസിസ്റ്റ് ചെയ്യുന്ന സംഭവമാണ് വോക്കൽ കോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. വോക്കൽ കോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വോയിസ് ബോക്സ് കൺസിസ്റ്റ് ചെയ്യുന്നതാണ് വോക്കൽ കോഡ്. അതായത് ഒരു 2 bands of muscles ആണ്. അതിൽ എന്താണ്, നമ്മുടെ ശബ്ദം പുറത്തോട്ട് പുറപ്പെടുവിക്കുന്ന ഒരു ഇതാണ് വോക്കൽ കോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദിസ് ഈസ് വൈ patient cannot speak when being on a ventilator. സോ വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസിന് അതുകൊണ്ട് സംസാരിക്കാൻ പറ്റില്ല എന്ന്. എന്തുകൊണ്ടാണ്? ഈ വോക്കൽ കോഡിലോട്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ വോയിസ് ബോക്സിലേക്കാണ് ഈ ഒരു ട്യൂബ് ചെന്നിരിക്കുന്നത്. അതിനാൽ വെന്റിലേറ്ററിലായിരിക്കുന്ന പേഷ്യൻസിന് സ്പീക്ക് ചെയ്യാൻ പറ്റില്ല. ദ ബ്രീത്തിങ് ട്യൂബ് ക്യാൻ ഹാം ദ വോയിസ് ബോക്സ്. ഇനി ഒരുപാട് നാള് ഇങ്ങനെ ബ്രീത്തിങ് ട്യൂബ് നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ വോയിസ് ബോക്സിനെയും ദോഷകരമായിട്ട് ബാധിക്കും. ഓക്കെ, ആഫ്റ്റർ ഇഫക്റ്റും വരാവുന്ന നമുക്ക് ഈ വോയിസ് ബോക്സിൽ എന്തെങ്കിലും പ്രോബ്ലംസോ ചിലപ്പോൾ സംസാരിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ, പൾമണറി എഡീമ. എന്താണ് പൾമണറി എഡീമ നോക്കാം. The air sacs in the lungs can get filled up with fluid. ഫ്ലൂയിഡ് എന്നാണോ ടെക്സ്റ്റില്? ഫ്ലൂയിഡ് എന്ന് തന്നെയാണോ? ഓക്കെ, കറക്റ്റ് ആണ്. വേറെ മാറ്റമൊന്നും ഇല്ല. ആരുടെ ടെക്സ്റ്റില് ഫ്ലൂയിഡ് എന്ന് തന്നെയല്ലേ? ഓക്കെ,
അതായത് പൾമണറി എഡിയമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അർത്ഥമാക്കുന്നത്? അതായത് നമ്മുടെ ശ്വാസകോശത്തിനുള്ളിൽ ശ്വാസകോശത്തിൽ എയർ സാക്സ് ഉണ്ട്, വായു സഞ്ചികളുണ്ട് നമ്മുടെ ശ്വാസകോശത്തിനകത്ത്. അത് അവിടെ ഉണ്ടാകുന്ന നീർക്കെട്ട്, അതായത് ഇങ്ങനെ ഫ്ലൂയിഡ്സ് ഒക്കെ വന്ന് നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ, ശ്വാസകോശ സഞ്ചിയിൽ ഉണ്ടാകുന്ന നീർക്കെട്ട്, അതാണ് പൾമണറി എഡിമ. അതായത് ഇങ്ങനെ ട്യൂബൊക്കെ എടുത്തിട്ടുള്ള പേഷ്യൻസ് ആണല്ലോ, ആളെ ഫുൾ ടൈം കിടപ്പിലാണ്. സോ ആ ഒരു ടൈമില് പിന്നെ നമ്മൾക്ക് കൊടുക്കുന്ന മെഡിസിൻസിന്റെയും ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ എയർ സാക്സിൽ വന്നിട്ട് ലങ്സിൽ ഇങ്ങനെ ഫീൽ ആയിട്ട് ഇങ്ങനെ ഫ്ലൂയിഡ്സ് വന്ന് നിറയുന്ന ഒരു അവസ്ഥയെയാണ് നമ്മള് പൾമണറി എഡിമ എന്ന് പറയുന്നത്. ഇതൊന്ന് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. പൾമണറി എഡിമ എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യണം, എക്സാമിന് ചോദിക്കാറുണ്ട്. ചോദിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്, ദ എയർ സാക്സ് ഇൻ ദ ലങ്സ് ക്യാൻ get filled up with the fluid is called. ആ ഒരു കണ്ടീഷനെ വിളിക്കുന്ന പേര് പൾമണറി എഡിമ. ഫ്ലൂയിഡ് വന്ന് എയർ സാക്സിൽ നിറയുന്ന ഒരു അവസ്ഥയാണ് പൾമണറി എഡിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഇനി ബ്ലഡ് ക്ലോട്ട്സ്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം, ഒരു വ്യക്തി കുറച്ച് കാലങ്ങളായിട്ട് അല്ലെങ്കിൽ എന്താണ് കുറെ ദിവസം സെയിം പൊസിഷനിൽ കിടക്കുകയാണ് വെന്റിലേറ്ററിൽ, അല്ലെ? കാരണം എന്താണ്, ഇരിക്കാൻ പറ്റില്ല, മൂവ് ചെയ്യാൻ പറ്റില്ല, ഒന്ന് ചലിക്കാൻ പോലും പറ്റില്ല. സെയിം ആ ഒരു പൊസിഷനിൽ തന്നെ കിടന്നിട്ടുണ്ടെങ്കിൽ അവിടെ ബ്ലഡ് എന്താണ് രക്തയോട്ടുണ്ടാകോ? ഇല്ല, അല്ലെ? സോ ബ്ലഡ് സ്വാഭാവികമായിട്ട് അവിടെ ക്ലോട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. Lying in the same position for a long time can enhance the risk of blood clots forming. ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ തുടങ്ങും, കാരണം പൊസിഷനൊക്കെ സെയിം പൊസിഷൻ ആണ്, മൂവ് ചെയ്യണില്ല, എണീക്കണില്ല, നീങ്ങണില്ല, അതൊന്നും തലച്ചരിക്കാൻ പറ്റുന്നില്ല, സ്പീക്ക് ചെയ്യണില്ല, ഇതൊന്നും ചെയ്തില്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ട് ആവാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോ മെയിൻ ആയിട്ടുള്ള വെന്റിലേറ്ററിൽ നമ്മൾ കിടക്കുന്ന വ്യക്തികളുടെ റിസ്കുകളാണ് നമ്മൾ നോക്കിയത്. ഇൻഫെക്ഷൻ, ഇറിറ്റേഷൻ, വോക്കൽ കോഡ് ഇഷ്യൂ, പൾമണറി എഡിമ, then blood clots. ഓക്കെ, ക്ലിയർ ആണോ? ഇനി ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. റിസ്ക് ഓഫ് ബീയിങ് ഓൺ വെന്റിലേറ്റർ ഒന്ന് കംപ്ലീറ്റ് വായിക്കുക, വായിച്ച് മനസ്സിലാക്കി വായിക്കണം കേട്ടോ. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ച് ക്ലിയർ ചെയ്യാം. ഓക്കെ, മനസ്സിലാക്കി വായിക്കാം കേട്ടോ. റിസ്ക് ഓഫ് ബീയിങ് ഓൺ എ വെന്റിലേറ്റർ, അതില് പൾമണറി എഡിമ അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. പൾമണറി എഡിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എയർ സാക്സ്, അതായത് നമ്മുടെ ശ്വാസകോശത്തിനുള്ളിൽ എയർ സാക്സ് ഉണ്ട്, വായു സഞ്ചികൾ എന്നാണ് മലയാളത്തിൽ പറയാം. ആ എയർ സാക്സിന്റെ ഉള്ളില് ഫ്ലൂയിഡ്സ് വന്ന് നിറയുന്ന ഒരവസ്ഥ, അതായത് ഇതുപോലെ അണുക്കള അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ നിറയുന്ന ഒരു അവസ്ഥ. ആ ഒരു സിറ്റുവേഷൻ, ആ ഒരൊറ്റ സെന്റൻസ് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. അതിന്റെ ഡീറ്റെയിൽ ഒന്നും ഇല്ല. എയർ സാക്സില് ഫ്ലൂയിഡ് വന്ന് നിറയുന്ന ഫീൽ ചെയ്യുന്ന ഒരു അവസ്ഥ. അതുപോലെ തന്നെ ഒരു ലൈൻ പഠിച്ചു വെക്കാം. എയർ സാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വായു സഞ്ചി, നമ്മുടെ ശ്വാസകോശത്തിനകത്തുള്ള ഒരു രണ്ട് സൈഡിലുള്ള കാണപ്പെടുന്ന വായു സഞ്ചികളാണ്. ഓക്കെ, വായിച്ചോ? കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ.
ലാസ്റ്റ് പോയിന്റ് ആണോ? ബ്ലഡ് ക്ലോട്ട് ആവാന്ന്. അതായത് വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസ്, ട്യൂബൊക്കെ ഇട്ടിട്ടുള്ള പേഷ്യൻസ് ആണ് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ ആ പേഷ്യൻസിന് കിടന്ന കിടപ്പിൽ തന്നെയാണ് അല്ലെ. കാരണം ഒന്ന് അനങ്ങാനോ ഇരിക്കാനോ ഒന്നും ശരിയാനോ തിരിയാനോ ഒന്നും പറ്റില്ല. സോ ഈ കിടന്ന കിടപ്പിൽ കിടക്കുമ്പോൾ ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ തലയ്ക്ക് ഒരു സൈഡിലായിരിക്കും അല്ലെ. അപ്പൊ അവിടെ ബ്ലഡ് ക്ലോട്ടിന് ചാൻസ് കൂടുതലാണ്. ഓക്കെ, ഇനിയപ്പോ നമ്മൾ നോക്കിയത് മെയിൻ ആയിട്ട് വെന്റിലേറ്ററിൽ ആയിരിക്കുമ്പോൾ വരുന്ന റിസ്കുകളാണ്. ഇനി ബാക്കി താഴെ പറയുന്ന റിസ്കുകളും കൂടി നമ്മൾ വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസിന് വന്നേക്കാം. നോക്കാം. സെഡേഷൻ റിലേറ്റഡ് ഡിമെൻഷ്യ. ഡിമെൻഷ്യ എന്ന് വെച്ചാൽ എന്താണ്? ഡിമെൻഷ്യ കേട്ടിട്ടുണ്ടോ? ഡിമെൻഷ്യ മറവി, ഓർമ്മക്കുറവൊക്കെ സംഭവിക്കാണ്. This can be resulted by the sedatives and many other medications provided to an individual who is on ventilator with a breathing tube. ഒരു പേഷ്യന്റ് ബ്രീത്തിങ് ട്യൂബോട് കൂടി വെന്റിലേറ്ററിൽ കിടക്കുമ്പോൾ ആ പേഷ്യൻസിന് നമ്മൾ കൊടുക്കുന്ന സെഡേറ്റീവ്സ്, ഒരുപാട് മെഡിസിൻസ് കൊടുക്കും അല്ലെ. സെഡേഷൻ ആയിട്ടുള്ള സെഡേറ്റീവ്സ് മെഡിസിൻസ് കൊടുക്കും. ഈ മെഡിസിൻസ് സൈഡ് എഫക്ട് സംഭവിക്കാവുന്ന, അതിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് പേഷ്യന്റിന് ചിലപ്പോ ഡിമെൻഷ്യ വരെ സംഭവിക്കാം. മറവി. ഓക്കെ, നമുക്ക് കഴിക്കുന്ന മെഡിസിൻസുകൾ നല്ലതാണോ? ഒരുപാട് മെഡിസിൻസ് കഴിക്കുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? സൈഡ് എഫക്റ്റ് ആണ് വരുന്നത് കൂടുതലും അല്ലെ. നമ്മുടെ ഓരോ അവയവങ്ങളും ഫെയിലിയർ ആയി തുടങ്ങും ഒരുപാട് മെഡിസിൻസുകൾ കഴിക്കുന്നുണ്ട് അല്ലെ. ഇപ്പൊ നിങ്ങളുടെ കുട്ടത്തിൽ കാണാം, ചിലപ്പോ ചെറിയൊരു തലവേദന വന്നാൽ പോലും നമ്മൾ എന്ത് ചെയ്യും? അതിനെ കുറച്ചൊരു പാമ്പരയോ വിക്സൊക്കെ തിരക്കി നോക്കാതെ പെട്ടെന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഒരു മെഡിസിൻ എടുത്ത് കഴിക്കും, ടാബ്ലറ്റ് കഴിക്കും ഇല്ലേ. ഒട്ടും തീരെ സഹിക്കാൻ പറ്റാതെ വരുന്ന സാഹചര്യത്തിൽ മാത്രം മാക്സിമം നിങ്ങൾ ടാബ്ലറ്റുകൾ യൂസ് ചെയ്യാൻ നോക്കാം. കാരണം അത് നമ്മുടെ ശരീരത്തിന് നമ്മുടെ രോഗത്തെ മാറ്റുന്നുണ്ട്, ഒരു സൈഡിൽ മാറ്റുന്നുണ്ട്, പക്ഷേ മറുവശത്തായിട്ട് സൈഡ് ഇഫക്ട്സും ഉണ്ട്. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് നമ്മൾ കഴിക്കുന്നത് അല്ലെ. നമുക്ക് കഴിക്കുന്ന സാഹചര്യം വരുമ്പോൾ നമുക്ക് കഴിക്കാനേ പറ്റില്ല. എങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമ്മൾ തന്നെ സ്വയം മെഡിസിൻ ഒക്കെ കഴിക്കുന്നത് പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കാം. ഇനിയെങ്കിലും നമ്മളിപ്പോ പഠിക്കുന്നുണ്ടല്ലോ നിങ്ങള്, അപ്പൊ നിങ്ങൾ അതൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട് ശ്രമിക്കോ? ചെറിയ തലവേദനയൊക്കെ വരുമ്പോൾ അപ്പൊ തന്നെ ഒരു പാരസെറ്റാമോൾ എടുത്ത് കഴിക്കുന്ന ആളുകൾ ഉണ്ടാകും അല്ലെ. ആണോ? ഉണ്ടോ? ഉണ്ട് അല്ലേ. ഓക്കെ, ടെമ്പററി ആണോ എന്ന് വെച്ചത് ഡിമെൻഷ്യ ആണോ? ഡിമെൻഷ്യ ആണോ ടെമ്പററി ആണോ എന്ന് ചോദിച്ചത്? ഓക്കെ, ടെമ്പററി ആണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില പേഷ്യൻസിന്, അതായത് ഒരുപാട് നേരം ഇപ്പോ നമ്മൾ വെന്റിലേറ്ററിൽ കിടക്കാന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു പേഷ്യന്റിനെ പെട്ടെന്ന് ഐസിയിൽ നിന്ന് ക്രിട്ടിക്കൽ ആയി ഒരു 2 ദിവസമൊക്കെ വെന്റിലേറ്ററിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള സൈഡ് എഫക്ട്സ് ഒന്നും വരാൻ ചാൻസ് ഇല്ല. പക്ഷെ ഒരുപാട് നാള്, അതായത് ഇപ്പൊ ചിലപ്പോൾ മാസങ്ങളോളം വെന്റിലേറ്ററിൽ കഴിയുന്ന പേഷ്യൻസ് ഉണ്ടാകും. അത്തരത്തിലുള്ള പേഷ്യൻസിനാണ് ഇങ്ങനെയുള്ള സൈഡ് എഫക്ട്സുകൾ വരാനായിട്ട് ചാൻസ് കൂടുതലുള്ളത്. അത് ചിലപ്പോൾ ടെമ്പററി ആയിട്ട് വരാം, ചിലപ്പോൾ ദീർഘകാലം ഒരുപാട് 2-3 മാസത്തോളം ഇങ്ങനെ വെന്റിലേഷൻസിൽ തന്നെ സഡേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഡിമെൻഷ്യ ടെമ്പററി ആവണമെന്നില്ല, കൂടുതലായിട്ടും അത് ബാധിച്ചേക്കാം. ഓക്കെ, ഒരുപാട് നാള് വെന്റിലേറ്ററിൽ കഴിയുമ്പോഴാണ് ഇത്തരത്തിലുള്ള റിസ്കുകളൊക്കെ വരുന്നത്. 1-2 ദിവസം ഒരു വെന്റിലേറ്ററിൽ ആയതുകൊണ്ട് ഇത്തരത്തിലുള്ള റിസ്കുകൾ ഫേസ് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. ഒരുപാട് ദീർഘനാള് നമ്മൾ വെന്റിലേറ്ററിലായിരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള റിസ്കുകൾ നമ്മൾ വരുന്നത്. ഓക്കെ, then fluid overload. നോക്കാം. This can be caused by continuous infusions, drug toxicity and renal failure. In the renal failure എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിഡ്നി ഫെയിലിയർ ആവാൻ ചാൻസ് ഉണ്ടെന്ന്. അതായത് നമ്മള് വെന്റിലേറ്ററിൽ കിടക്കുമ്പോൾ ഫ്ലൂയിഡ് ഓവർലോഡ്, അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഇൻഫ്യൂഷൻ ഡ്രഗ് ചെയ്യുന്നുണ്ട് അല്ലെ. തുടർച്ചയായിട്ടുള്ള ഇൻഫ്യൂഷൻ ഡ്രഗ് എന്ത് ചെയ്യും? നമ്മുടെ കിഡ്നിയെ ഫെയിലിയർ ആക്കാനായിട്ട് ചാൻസ് ഉണ്ടെന്ന്. ഇൻഫ്യൂഷൻ ഡ്രഗ് എന്ന് വെച്ചാൽ അറിയാലോ, നമ്മുടെ ജനങ്ങളിൽ കൂടി നമുക്ക് കാനുലയിൽ കൂടി നമുക്ക് മെഡിസിൻസ് നൽകുമല്ലോ. സോ അത് കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ ദീർഘനാള് വെന്റിലേറ്ററിലൊക്കെ കഴിയുന്ന പേഷ്യൻസ് ആണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ഇൻഫ്യൂഷൻ ഡ്രഗ്സ് ടോക്സിറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു കാർഡിന്റെ വിഷാംശം അല്ലെ, അതുപോലും നമ്മുടെ വൃക്ക ഫെയിലിയർ ആവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ടാബ്ലറ്റ് ഒക്കെ സ്ഥിരമായിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ അതിന്റെ സൈഡ് എഫക്ട് നമ്മുടെ കിഡ്നി ഫെയിലിയർ ആവാനൊക്കെ ചാൻസ് ഉണ്ട്. വർഷങ്ങളോളം മെഡിസിൻസ് കഴിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാകും. ഒരുപാട് 10-25 വർഷങ്ങളോളം ഡെയിലി ഇങ്ങനെ ഒന്ന് രണ്ടല്ല ഒരുപാട്
മെഡിസിൻസ് കഴിക്കുന്നവരൊക്കെ ആണെങ്കിൽ അത് ആഫ്റ്റർ സൈഡ് എഫക്റ്റ് ആയിട്ട് ഫ്യൂച്ചറിൽ കിഡ്നി ഫെയിലിയർ ഒക്കെ സംഭവിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. ലങ് ഇഞ്ചുറി. A ventilator can cause lung damages. ഇനി വെന്റിലേറ്ററിൽ കിടക്കുമ്പോൾ നമ്മുടെ ലങ് ഡാമേജ് വരാനും ചാൻസ് ഉണ്ട്. ദിസ് ക്യാൻ occur for several reasons. നമ്മുടെ ലങ്സ് ഡാമേജ് വരാനായിട്ടുള്ള കാരണങ്ങളാണ് പറയുന്നത്. എയർ പ്രഷർ ഇൻ ദ ലങ്സ് going beyond a normal limit. അതായത് നമ്മളുടെ വായു നമ്മുടെ ശ്വാസകോശം ഉണ്ടല്ലോ, അതിനകത്തുള്ള വായു സമ്മർദ്ദം, എയർ പ്രഷർ ഒരു സാധാരണ ഗോയിങ് ബിയോണ്ട് എ നോർമൽ ലിമിറ്റ്, ഒരു നോർമൽ ലിമിറ്റിനേക്കാളും അപ്പുറം പോകുന്നു. അതായത് നമ്മൾ തനിയല്ല വെന്റിലേറ്ററിൽ ശ്വസിക്കുന്നത്, വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയാണ് അല്ലെ. സോ നോർമൽ ലെവലിനേക്കാളും കൂടുതലായിട്ട് നമ്മുടെ വായു സമ്മർദ്ദം ശ്വാസകോശത്തിൽ വരാൻ ചാൻസ് ഉണ്ട്. സോ അത് ലങ് ഇഞ്ചുറിക്ക് കാരണമാകുന്നു. എയർ സീപ് ഇൻടു ദി സ്പേസ് ബിറ്റ്വീൻ ലങ്സ് ആൻഡ് ചെസ്റ്റ് വാൾ. അതിനെ പറയുന്ന പേരാണ് ന്യൂമോതൊറാക്സ് കണ്ടീഷൻ ആണ് കേട്ടോ അത്. അതായത് എയർ സീപ്പ് ഇൻടു ദി സ്പേസ് ബിറ്റ്വീൻ ലങ്സ് ആൻഡ് ചെസ്റ്റ് വാൾസ്. നമ്മുടെ ശ്വാസകോശത്തിന്റെ ഉള്ളിലും അതുപോലെ തന്നെ ശ്വാസകോശ ഭിത്തി, ചെസ്റ്റ് വാൾ അല്ലെ, ഭിത്തിയിലും വായു വന്ന് ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നത്, എയർ വന്ന് കൂടുന്ന ഒരു അവസ്ഥ, ആ ഒരു സിറ്റുവേഷനെ വിളിക്കുന്ന പേരാണ് ന്യൂമോതൊറാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് എയർ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക, നമ്മുടെ ശ്വാസകോശത്തിനുള്ളിൽ ഒരുപാട് എയർ നിറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥ അതാണ് ന്യൂമോതൊറാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്സിജൻ ടോക്സിസിറ്റി. ടു മച്ച് ഓക്സിജൻ ഇൻ ദ ലങ്സ്. ലങ്സിൽ ഓക്സിജന്റെ അളവ് കൂടുന്ന ഒരു അവസ്ഥ, അതാണ് ഓക്സിജൻ ടോക്സിസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, 3 കാര്യങ്ങളാണ് ലങ് ഇഞ്ചുറി സംഭവിക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ട് പറയുന്നത്. ഇതൊന്ന് വായിച്ചു നോക്കാം. ഇത്രയും ഭാഗം ഒന്ന് വായിക്കാം. ഇതും മെയിൻ ആയിട്ടുള്ള ഇറിറ്റേഷൻസ് ആണ്. ഇൻഫെക്ഷനും ഇറിറ്റേഷൻ, വോക്കൽ കോഡ് ഇഷ്യൂ, പൾമണറി എഡീമ, ബ്ലഡ് ക്ലോട്ട്സ് പറയുന്നത്. ദെൻ പിന്നെ വരുന്ന എന്താണ് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് എന്തെങ്കിലും സൈഡ് എഫക്ട്സുകളാണ് ഡിമെൻഷ്യ, ഫ്ലൂയിഡ് ഓവർലോഡ്, ലങ് ഇഞ്ചുറി. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമ്പോർട്ടന്റ് ആണ്. റിസ്കുകൾ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ മറ്റു ഡിമെൻഷ്യയിലൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം, അറിഞ്ഞിരിക്കണമല്ലോ എന്തൊക്കെയാണ് റിസ്കുകൾ എന്നുള്ളത്. പിന്നെ അതിലും തന്നെ കണ്ടോ ന്യൂമോതൊറാക്സ് അണ്ടർലൈൻ ചെയ്യണം. അതുപോലെ തന്നെ ഓക്സിജൻ ടോക്സിസിറ്റി അതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ആ 3 പോയിന്റില് അതില് 2ഉം 3ഉം പോയിന്റ് കംപ്ലീറ്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്ത് വെച്ചോളൂ. ന്യൂമോതൊറാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എയർ സീപ് ഇൻടു സ്പേസ് ബിറ്റ്വീൻ ലങ്സ് ആൻഡ് ചെസ്റ്റ് വാൾ. ലങ്സിലും ചെസ്റ്റ് വാളിലും എയർ വന്ന് നിറയുന്ന ഒരു അവസ്ഥയാണ് ന്യൂമോതൊറാക്സ്. ഓക്സിജൻ ടോക്സിസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലങ്സില് ഓക്സിജന്റെ അളവ് കൂടുന്ന ഒരു അവസ്ഥ. രണ്ടും 3ഉം പോയിന്റ് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. കംപ്ലീറ്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്യാം. ഫസ്റ്റ് പോയിന്റ് ഏതായിരുന്നു? 3 പോയിന്റിലാണോ ഫസ്റ്റ് പോയിന്റ് ചോദിക്കുന്നത്? 3 ഡോട്ട് ഇട്ടതിനകത്താണോ പോയിന്റ്? സെഡേഷനിലെ പോയിന്റ് ഡിമെൻഷ്യ ആണോ? ഡിമെൻഷ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ നമ്മുടെ വെന്റിലേറ്ററിൽ കഴിയുമ്പോൾ ഒരുപാട് സെഡേറ്റീവ് മെഡിസിൻസുകൾ പേഷ്യൻസിന് കൊടുക്കാറുണ്ട് അല്ലേ? കാരണം ആ ഒരു വേദന കുറയാൻ അല്ലെങ്കിൽ മെഡിക്കേഷൻസ് ഒക്കെ ഒരുപാട് കൊടുക്കും. അത് നമ്മള് ബ്രീത്തിങ് ട്യൂബിൽ കിടക്കുന്ന ആ ഒരു പേഷ്യൻസിന്
ഒരുപാട് നാളിങ്ങനെ മെഡിക്കേഷൻസും ഇതൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് ഡിമെൻഷ്യ മറവി വരാനൊക്കെ ചാൻസ് ഉണ്ട്. അത് ഈ മെഡിസിൻസിന്റെ സൈഡ് എഫക്റ്റ് ആണ്. എയർ പ്രഷർ ആണോ? ഓക്കെ. എയർ പ്രഷർ ഇൻ ദ ലങ്സ് ഗോയിങ് ബിയോണ്ട് എ നോർമൽ ലിമിറ്റ്. അതായത് നമ്മൾ വെന്റിലേറ്ററിൽ കിടക്കുമ്പോൾ ആള് നോർമൽ ബ്രീത്തിങ് അല്ല എടുക്കുന്നത്, അറിയാലോ. വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയാണ് ബ്രീത്ത് ചെയ്യുന്നത്. സോ നോർമൽ നമ്മളുടെ ഒരു എന്താണ് സാധാരണമായിട്ടുള്ള ഒരു നോർമൽ ലിമിറ്റിനേക്കാളും കൂടുതലായിട്ട് വായുമർദ്ദം വരുന്നത് നമ്മുടെ ശ്വാസകോശത്തിനുള്ളിൽ. നമ്മൾ നോർമലായിട്ട് ശ്വസിക്കണല്ല, ഇവിടെ മെക്കാനിക്കൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയാണ് ബ്രീത്ത് ചെയ്യുന്നത്. സോ നമ്മുടെ ലങ്സില് നോർമൽ ലിമിറ്റിനേക്കാൾ കൂടുതലായിട്ട് എയർ പ്രഷർ ഉണ്ടായിരിക്കും. Okay. The last one, who attends to the patients on a mechanical ventilator. ഒരു പേഷ്യന്റ് മെക്കാനിക്കൽ വെന്റിലേറ്ററിൽ ആയിരിക്കുമ്പോൾ രോഗിയെ അവിടെ പരിചരിക്കുന്നത് ആരൊക്കെയാണ്? The patients who are mechanically ventilated, care providers like ആരൊക്കെയാണ്? Physicians, anesthetists, pulmonary specialists, then physiotherapist or respiratory therapist and nurses are liable to take care of them. ഇത്രയും പേരുടെ ഉത്തരവാദിത്തമാണ് ആ പേഷ്യന്റിനെ കെയർ ചെയ്യുക എന്നുള്ളത്. ആരൊക്കെയാണ്? ഫിസിഷ്യൻ ഉണ്ടാവും, അനസ്തേറ്റിസ്റ്റ് ഉണ്ടാവും, പൾമണറി സ്പെഷ്യലിസ്റ്റ് ഉണ്ടാകും, ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ്, നഴ്സസ് ഉണ്ടാകും. ഇത്രയും പേരുടെ ഒരു കെയർ നമുക്ക് ഈ ഒരു വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസിന് ലഭിക്കുന്നു. ഇനി റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മുടെ ലങ്സ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്, ശ്വസന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ ആണ്. ഇനി ലാസ്റ്റ് വൺ, ഈ ഒരു ചാപ്റ്ററിൽ ലാസ്റ്റ് അവസാനിക്കുകയാണ് കേട്ടോ. ദി അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് മേക്ക് ഷുവർ. അഡ്മിനിസ്ട്രേറ്റർ ഉറപ്പ് നൽകേണ്ട കാര്യങ്ങൾ എന്തെല്ലാം? ഹോസ്പിറ്റലില് അഡ്മിനിസ്ട്രേഷൻ ഉറപ്പ് നൽകേണ്ട കാര്യങ്ങൾ നോക്കാം. The preventive maintenance of equipment to be done periodically. The preventive maintenance of equipment to be done periodically. അതായത് നമ്മൾ വെന്റിലേറ്ററിന് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകൾ എന്താണ്? പീരിയോഡിക്കൽ ആയിട്ട്, അതായത് നമ്മളൊരു മീൻസ് ഉപകരണങ്ങളുടെ അറ്റകുറ്റപ്പണികളൊക്കെ നമ്മൾ ആനുകാലികമായിട്ട് ചെയ്യണമെന്ന്. അതായത് എല്ലാ എക്യുപ്മെന്റ്സും വർക്കിംഗ് ആണോ, ഇനി എന്തെങ്കിലും മെയിൻ്റനൻസ് ഒക്കെ ചെയ്യാനുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. Obtainably of well-trained staff in care of patients in ventilator. ഇനി വെന്റിലേറ്ററിൽ നമ്മൾ നിൽക്കുന്ന സ്റ്റാഫുകൾക്ക് വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫുകളായിരിക്കണം വെന്റിലേറ്ററിൽ നമ്മൾ നിയോഗിക്കുക. സ്ട്രിക്റ്റ് പ്രോട്ടോകോൾ ദ കെയർ ഓഫ് വെന്റിലേറ്റർ പേഷ്യൻസ്. വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസിന് നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പ്രോട്ടോകോൾസ് തന്നെ പാലിക്കുക. സഫീഷ്യന്റ് റിസോഴ്സസ് ഷുഡ് ബി അവൈലബിൾ. വെന്റിലേറ്ററിൽ ആവശ്യമായിട്ടുള്ള സഫീഷ്യന്റ് ആയിട്ടുള്ള റിസോഴ്സസുകൾ ഉണ്ടായിരിക്കണം. എക്യുപ്മെന്റ്സ് ആകാം, മറ്റു മെഡിക്കൽ എക്യുപ്മെന്റ്സോ അല്ലെങ്കിൽ എന്താണ് മെഡിസിൻസ് ആകാം, ഇതെല്ലാം ആവശ്യത്തിന് വെന്റിലേറ്ററിൽ അവൈലബിൾ ആയിരിക്കണം. പെട്ടെന്നൊന്ന് വായിച്ചു നോക്കുക, അറ്റൻഡൻസ് വായിക്കുക, ദെൻ അഡ്മിനിസ്ട്രേറ്റർ മസ്റ്റ് ഉറപ്പായിട്ട് നൽകേണ്ട കാര്യങ്ങൾ അത് രണ്ടും ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഏതാണോ ലാസ്റ്റ് പോയിന്റ് ആണോ നോക്കാം. അതായത് അഡ്മിനിസ്ട്രേഷൻ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പ് നൽകേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. ഒന്നാമതായിട്ട് പറയുന്നത് പ്രിവെന്റീവ് മെയിൻ്റനൻസ് ഓഫ് എക്യുപ്മെന്റ് ടു ബി ഡൺ പീരിയോഡിക്കലി. ഈ വെന്റിലേറ്ററിന്റെ ഉള്ളിൽ ഒരുപാട് എക്യുപ്മെന്റ്സുകളൊക്കെ ഉണ്ടാകും അല്ലേ? അപ്പൊ അതൊന്ന് ഇടയ്ക്ക് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യണം. എന്തെങ്കിലും അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്യാനുണ്ടോ, അല്ലെങ്കിൽ ബാറ്ററിയൊക്കെ ചേഞ്ച് ചെയ്യാനുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. രണ്ടാമതായിട്ട് പറയുന്നത് obtainably of well-trained staff in care of patient in ventilator. വെന്റിലേറ്ററിൽ കഴിയുന്ന പേഷ്യൻസിനെ കെയർ ചെയ്യാനായിട്ട് വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫുകളെ മാത്രം നിയോഗിക്കുക. സ്ട്രിക്റ്റ് പ്രോട്ടോകോൾസ് ദ കെയർ ഓഫ് വെന്റിലേറ്റർ പേഷ്യൻസ്. വെന്റിലേറ്ററിൽ കഴിയുന്ന പേഷ്യൻസിന് കെയർ കൊടുക്കേണ്ട സ്ട്രിക്റ്റ് പ്രോട്ടോകോൾസ് അനുസരിച്ചുകൊണ്ട് അവർക്ക് അനുസൃതമായിട്ടുള്ള പരിചരണം കൊടുക്കുക. സഫീഷ്യന്റ് റിസോഴ്സസ് ഷുഡ് ബി അവൈലബിൾ. വെന്റിലേറ്ററിൽ ആവശ്യമായിട്ടുള്ള റിസോഴ്സസുകൾ ലഭ്യമായിരിക്കണം. ഓക്കെ, ക്ലിയർ ആയോ?
ഓക്കെ, ഇനി ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഇമ്പോർട്ടൻസ് പോയിന്റ്സ് പറയാം കേട്ടോ. നമുക്ക് ഈ ഒരു ചാപ്റ്റർ ഒന്ന് റിവൈസ് ചെയ്യാനുണ്ട്. ഓക്കെ, നമ്മുടെ വെന്റിലേറ്റർ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആയിരുന്നു, വളരെ ചെറിയ ചാപ്റ്റർ തന്നെയായിരുന്നു. ആണോ? പെട്ടെന്ന് ചാപ്റ്റർ കഴിഞ്ഞില്ലേ? സ്റ്റാർട്ട് ചെയ്തത് കഴിഞ്ഞത് പറഞ്ഞില്ല അല്ലെ? വളരെ എളുപ്പമുള്ള ഒരു ചാപ്റ്റർ ആണ്. കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയാം, കാരണം കൂടുതൽ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് വെന്റിലേറ്ററിനെ കുറിച്ച് അറിയില്ലായിരിക്കാം. എങ്കിലും അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കൊരു ചാപ്റ്റർ ഒന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. ഏതെങ്കിലും ക്ലാസ് മിസ് ആയിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ അവർക്ക് വേണ്ടി കൂടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാനില്ല, എങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞു പോകുന്നു. ഓക്കെ, അപ്പൊ വെന്റിലേറ്റർ നമ്മൾ പഠിച്ചു. ഒരു മെഡിക്കൽ വെന്റിലേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്വിപ്മെന്റ് ആണ്. ലങ്സിന്റെ വർക്കിനെ അസിസ്റ്റ് ചെയ്യുന്ന ഒരു ഉപകരണമാണ് വെന്റിലേറ്റർ. അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടല്ലോ ഫസ്റ്റ് സെന്റൻസ്. ഓക്കെ, വെന്റിലേറ്റർ അറിയപ്പെടുന്ന മറ്റു രണ്ട് പേരുകള് ബ്രീത്തിങ് മെഷീൻ എന്നും അതുപോലെ തന്നെ എന്താണ് മെക്കാനിക്കൽ വെന്റിലേഷൻ. അത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ചെയ്യാത്തവരാണെങ്കിലും ഞാൻ പറയുമ്പോൾ അതിനനുസരിച്ചിട്ട് അണ്ടർലൈൻ ചെയ്ത് പോകാട്ടോ. ഇനി നമ്മൾ പഠിച്ചു some health conditions that may require ventilators. വെന്റിലേറ്റർ ഒരു പേഷ്യന്റിന് ആവശ്യമായി വരുന്ന ഹെൽത്ത് കണ്ടീഷൻസ് ഏതൊക്കെയാണ്? കുറെ ഹെൽത്ത് കണ്ടീഷൻസ് നമ്മൾ പഠിച്ചു. അതില് ARDS ഫുൾ ഫോം പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം. then COPD chronic obstructive pulmonary diseases. നമ്മൾ ഡ്യൂറിങ് സർജറിക്കും അതുപോലെ റിക്കവറിങ് സർജറിക്കും വെന്റിലേറ്റർ ആവശ്യമാണെന്ന് പഠിച്ചു. പിന്നെ നമ്മൾക്ക് അതിൽ മെയിൻ ആയിട്ട് നോക്കിയത് എയർവേസ് അല്ലെ? ഏതൊക്കെയായിരുന്നു? നോസ്, മൗത്ത്, ത്രോട്ട്, വോയിസ് ബോക്സ്, വിൻഡ് പൈപ്പ്, ലങ് ട്യൂബ്. ഏതൊക്കെയാണെന്ന് പഠിച്ചു വെക്കണം കേട്ടോ. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, എങ്കിലും ഒന്ന് പഠിച്ചു വെച്ചേക്കൂ. ഒരു patient on ventilator requires to get monitored for his. ഒരു പേഷ്യന്റ് വെന്റിലേറ്ററിൽ ആയിരിക്കുമ്പോൾ നമ്മൾ മോണിറ്റർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഹാർട്ട് റേറ്റ് നോക്കണം, BP, respiratory rate, oxygen saturation, then chest X-ray scans, then additionally blood test, then blood oxygen, carbon dioxide levels. ഇതൊക്കെയാണെന്ന് പഠിച്ചു വെക്കണേ. പിന്നെ നമ്മൾ നോക്കിയത് ബെനഫിറ്റ്സ് ആണ്. ബെനഫിറ്റ്സ് ഇമ്പോർട്ടന്റ് ആണ്. 5 പോയിന്റും കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കണം. നമ്മൾ ഇന്നോട് പഠിച്ചിട്ടുള്ള റിസ്ക് അല്ലെ? മെയിൻ ആയിട്ടുള്ള കോമൺ ആയിട്ടുള്ള റിസ്കുകളാണ് ഇൻഫെക്ഷൻ, ഇറിറ്റേഷൻ, വോക്കൽ കോഡ് ഇഷ്യൂ, പൾമണറി എഡീമ, ദെൻ ബ്ലഡ് ക്ലോട്ട്സ്. പൾമണറി എഡീമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എയർ സാക്സ് ഇൻ ദ ലങ്സ് ക്യാൻ ഫിൽഡ് വിത്ത് ഫ്ലൂയിഡ്സ്. ഫ്ലൂയിഡ് വന്ന് നിറയുന്ന ഒരു അവസ്ഥേനെയാണ് നമ്മള് പൾമണറി എഡീമ എന്ന് പറയുന്നത്. ദെൻ ബാക്കി നമ്മള് ഡിമെൻഷ്യ പഠിക്കാം, ഫ്ലൂയിഡ്. പിന്നെ നമ്മള് ന്യൂമോതൊറാക്സും അതുപോലെ തന്നെ എന്താണ് ഓക്സിജൻ ടോക്സിസിറ്റി രണ്ടും അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, പഠിക്കണം. ദെൻ ലാസ്റ്റ് വൺ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് മേക്ക് ഷുവർ. അഡ്മിനിസ്ട്രേഷൻ ഉറപ്പ് നൽകേണ്ട 4 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ലാസ്റ്റ് 4 പോയിന്റ്സും പഠിച്ചു വെക്കാം. ഓക്കെ, ക്ലിയർ ആണോ ഈ ഒരു ചാപ്റ്റർ? ഓക്കെ ആണോ ഈ ഒരു ചാപ്റ്റർ? വെന്റിലേറ്റർ പഠിച്ചു തുടങ്ങിയോ? എളുപ്പമില്ലേ പഠിക്കാം? ബുദ്ധിമുട്ടുണ്ടോ? ടെസ്റ്റ് ഒക്കെ ചെയ്യുന്നില്ല എല്ലാവരും? ഓക്കെ, അപ്പൊ വെന്റിലേറ്റർ എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക്
സമയം കളയാനില്ല. അടുത്തൊരു ചാപ്റ്റർ കൂടി ജസ്റ്റ് ഒന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് വെക്കുകയാണ്. ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ അല്ലേ? അപ്പോ അടുത്തൊരു ചാപ്റ്റർ കൂടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഒരുപാട് ഞാൻ എടുത്ത് നിങ്ങളെ എന്താ പറയാ ബോറടിപ്പിക്കുന്നില്ല. ബോറുണ്ടോ? അത്യാവശ്യം രണ്ടാമത്തെ ക്ലാസ് ആണ് അല്ലെ? അത്യാവശ്യം ഉറക്കമൊക്കെ വരുന്നൊരു ക്ലാസ് സമയമാണ്. ഉറക്കം വരുന്നുണ്ടോ? ബോറിംഗ് ഉണ്ടോ ക്ലാസ്? ബോറടിക്കുന്നുണ്ടോ? ഇല്ല. ഓക്കെ. അതുകൊണ്ടാണ് കുറച്ച് ആയിട്ട് പറയണ്ടേ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ വളരെ സ്ലോ ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഉറങ്ങും അല്ലെ? ഈ കൂട്ടത്തിൽ എത്ര പേര് ക്ലാസ് കൃത്യമായിട്ട് കേൾക്കുന്നുണ്ട്, ഉറങ്ങുന്നുണ്ട് നമ്മൾ അറിയത്തില്ല അല്ലെ? കുറെ പേരൊക്കെ പുറത്തൊക്കെ തെറ്റിട്ടുണ്ടാവും കേട്ടോ. ഉറങ്ങിയുള്ള ആൾക്കാരൊക്കെ എണീറ്റോളും. പുതിയ ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. വെന്റിലേറ്റർ നമ്മൾ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ എടുക്കുന്ന ചാപ്റ്റർ ആണ് ആംബുലൻസ് സർവീസസ്. നിങ്ങളുടെ ടെക്സ്റ്റിലെ ചാപ്റ്റർ ഏതാണെന്ന് കൃത്യമായിട്ട് അറിയില്ല. 11 ആണോ? ചാപ്റ്റർ 11 തന്നെയാണോ? ചാപ്റ്റർ 11 ആണ്. മൊഡ്യൂൾ 2 ചാപ്റ്റർ 11 ആംബുലൻസ് സർവീസസ്. ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. ടെക്സ്റ്റ് ബുക്കിൽ എടുക്കുക കേട്ടോ. പേജ് നമ്പർ 63 ആണോ? ഓക്കെ, 63 കേട്ടോ. ഓക്കെ. അപ്പൊ നമ്മൾ വെന്റിലേറ്റർ പഠിച്ചു. വെന്റിലേറ്റർ നിങ്ങൾ ആരും വലിയ നിങ്ങൾക്ക് അധികം അറിവൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താ പറയാ ഒരു ഇൻട്രസ്റ്റിങ്ങോട് കൂടി പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് ആംബുലൻസ് സർവീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആംബുലൻസ് സർവീസസ്. കാരണം എന്താ പറയാ നമ്മളെ ആംബുലൻസ് നമ്മളെല്ലാവരും തന്നെ കാണുന്ന ഒരു സംഭവമാണ്. നിങ്ങളെല്ലാവരും ട്രാവൽ ചെയ്യുമ്പോഴാണെങ്കിലും കാണാറില്ല ആംബുലൻസ് അല്ലെ? ശ്രദ്ധിക്കാറുണ്ട് ആംബുലൻസ് പോകുമ്പോൾ. അറ്റ്ലീസ്റ്റ് ഒരു മനുഷ്യത്വത്തിന്റെ പേരിൽ നമ്മൾ ദൈവത്തിനെ വിളിക്കാറുണ്ട് ആ ഒരു സിറ്റുവേഷൻസിൽ. വിളിക്കാറുണ്ടോ? ആംബുലൻസിൽ പോകുന്ന വ്യക്തി ചിലപ്പോൾ നമുക്ക് അറിയുന്ന ആരുമല്ലായിരിക്കാം. എങ്കിൽ പോലും നമ്മൾ ഓരോരുത്തരുടെ വിശ്വസിക്കുന്ന ദൈവത്തിനോട് ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചില്ലെങ്കിൽ ദൈവമേതെങ്കിലും നമ്മൾ വിളിക്കും അല്ലെ? പ്രാർത്ഥിക്കും നമ്മളെല്ലാവരും അല്ലെ? മനുഷ്യരുടെ ഒരു മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സംഭവമാണ് അത് അല്ലെ? അപ്പോ ഇങ്ങനെ ആംബുലൻസ് ഒക്കെ പോകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ ആംബുലൻസിന്റെ ഉള്ളില് അല്ലെങ്കിൽ ഈ ആംബുലൻസ് എന്ന് പറയുന്ന സംഭവത്തിന്റെ ഉള്ളില് കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ചിലപ്പോ നിങ്ങൾ ആംബുലൻസ് പോകുമ്പോൾ ആംബുലൻസിന്റെ പേരുകൾ ശ്രദ്ധിക്കാറുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഡിഫറെന്റ് ആംബുലൻസ് നമ്മൾ കാണാറുണ്ട്. ഈ ആംബുലൻസിന്റെ സൈഡിൽ എഴുതിയിരിക്കുന്ന പേരുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ഉണ്ടോ? എല്ലാം ഒരേ പേര് തന്നെയായിരിക്കും സൈഡിൽ എഴുതിയിരിക്കുന്നത്. പല ഡിഫറെന്റ് ആയിട്ടുള്ളത് കാണാറുണ്ട്. ചിലതിന്റെ അവിടെ പേഷ്യന്റ് ട്രാൻസ്പോർട്ട് എന്ന് എഴുതിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ MICU എന്ന് എഴുതിയിട്ടുണ്ടാവാം. ചിലപ്പോൾ D ലെവൽ ആംബുലൻസ് എന്ന് എഴുതിയിട്ടുണ്ടാകാം അല്ലെ? ചിലപ്പോ ICU ആംബുലൻസ് എന്ന് എഴുതിയിട്ടുണ്ടാകാം. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? ആരും ശ്രദ്ധിച്ചിട്ടില്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉണ്ട്. എന്നിട്ട് പല പല പേരുകളിൽ നിങ്ങൾ ആംബുലൻസ് കാണുന്നത്. എല്ലാം സെയിം ഒരേ പേരാണോ? ഇല്ല അല്ലെ? വ്യത്യാസമുണ്ട് പേരുകള്. ഇനി ഈ പേരുകൾ വ്യത്യാസത്തില് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? അറിയില്ല അതിനെ കുറിച്ച് കൂടുതൽ അല്ലെ? ഓക്കെ. അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്ററിലേക്ക് ഇങ്ങനെ ആംബുലൻസുകളെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് പഠിക്കാൻ പോവുകയാണ്. പേഷ്യന്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ആംബുലൻസ്. സൗണ്ട് ബുദ്ധിമുട്ടുണ്ടോ? ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? ആണോ? ഒരാൾക്ക് മാത്രമാണോ? എല്ലാവരോടും കൂടി ചോദിക്കുകയാണ്. സൗണ്ട് ക്ലിയർ ആണോ? ബ്രേക്ക് ആവുകയാണോ? ടോട്ടലായിട്ട് ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും? ഇല്ല. ഓക്കെ. കട്ടായ ക്ലിയർ ആണ്. ഓക്കെ. ഇടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ട് അല്ലെ? ഓക്കെ. ഇടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ട്. ഓക്കെ. ബ്രേക്ക് ആവുകയാണെങ്കിൽ ഒന്ന് ഇൻഫോം ചെയ്യണം കേട്ടോ. ഓക്കെ. അപ്പൊ ആംബുലൻസ്. അപ്പൊ ഈ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോഴേ നമുക്ക് നമ്മളുടെ നിത്യജീവിതത്തിൽ കൂടുതൽ പ്രയോജനപ്പെടുന്ന അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരോട് കൂടി നിങ്ങൾക്ക് ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു എക്സാം എഴുതാൻ വേണ്ടി മാത്രമല്ല. റേഞ്ചിന്റെ ഇഷ്യൂസ് ഉണ്ടാവും അല്ലെ? എക്സാമിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും ഇല്ലേ? ഞാൻ പറയുന്നത് ശരിയാണോ? നിങ്ങൾ ഈ ഒരു കോഴ്സ് എടുത്തു, നിങ്ങൾ എക്സാം എഴുതണം, ജയിക്കണം. അതിൽ കൂടുതൽ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയില്ലേ? പറ്റിയോ? ഹോസ്പിറ്റലിൽ പോകുമ്പോൾ
നിങ്ങൾക്ക് ആദ്യം ഹോസ്പിറ്റലിൽ പോകുന്ന ആ ഒരു അങ്ങനെയാണോ നിങ്ങൾ ഇപ്പൊ പോകുമ്പോൾ പല കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയോ? ശ്രദ്ധിക്കാൻ തുടങ്ങിയോ? ചില ആൾക്കാർ ഇപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ടാവില്ല കേട്ടോ. ഇല്ലേ, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുമ്പോ ജസ്റ്റ് ഒന്ന് അന്വേഷിക്കാറെങ്കിലും ഉണ്ടോ? നിങ്ങൾ ഓരോന്നും പഠിച്ചു കഴിയുമ്പോഴേ ഇപ്പൊ OP ആണോ അല്ലെങ്കിൽ വാർഡ് അവിടെ ഇതിന്റെ കാര്യങ്ങളുണ്ടോ, ഇപ്പോ വേസ്റ്റുകളുടെ ആണെങ്കിൽ ബയോമെഡിക്കൽ വേസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഓരോരോ ഡിപ്പാർട്ട്മെന്റ്സുകൾ ഉണ്ടോ എന്നൊക്കെ നമ്മൾ അന്വേഷിക്കാറില്ലേ? നമ്മുടെ ആദ്യത്തെ ആ ഒരു നിങ്ങൾ പണ്ട് പോരുന്നത് പോലെയാണ് പഠിച്ചതിന് ശേഷം നമ്മൾ കുറെ കാര്യങ്ങൾ നമുക്ക് അടുത്തറിയാൻ കഴിയും അല്ലെ, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചു എന്ന് പറയാം. അപ്പൊ അതുപോലെ തന്നെ ആംബുലൻസ് സർവീസ് നമ്മുടെ ചാപ്റ്ററിലൂടെ നിങ്ങൾ കുറെ കാര്യങ്ങൾ പഠിക്കാൻ പോവുകയാണ്. അപ്പൊ അതില് എന്താ പറയാ, നമുക്ക് വളരെ ഇൻട്രസ്റ്റിങ്ങോട് കൂടി തന്നെ ഇരിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. കാരണം നമ്മുടെ നിത്യ ജീവിതത്തിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ആംബുലൻസ് നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇനി ആംബുലൻസ് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കും ആംബുലൻസിന്റെ പേരുകള്. സോ ആ പേരുകൾ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ, ഇനി ഓരോ ആംബുലൻസിലും ഏത് രീതിയിലുള്ള പേഷ്യൻസ് ആണ് പോകുന്നത്, അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള പേഷ്യൻസിനെയാണ് കൊണ്ടുപോകുന്നത് എന്നൊക്കെ നമുക്ക് ഈ ഒരു ചാപ്റ്റർ കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി നമ്മൾ ആംബുലൻസ് കാണുമ്പോൾ നിങ്ങൾ നോട്ട് ചെയ്യും, ഇന്ന പേഷ്യന്റ് ആണ്, ഡി ലെവൽ ICU, ഡി ലെവൽ എന്ന് പറഞ്ഞ ആംബുലൻസ് ആണ്, സോ അതിൽ കുറച്ച് ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസ് ആണ് കൊണ്ടുപോകുന്നത് എന്നൊക്കെ നമുക്ക് ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇത് പഠിച്ചു കഴിയുമ്പോൾ കുറച്ചും കൂടി എന്താ പറയാ കൂടുതലായിട്ടുള്ള ഒരു അറിവ് നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, ഞാൻ ജസ്റ്റ് ആ ഒരു ചാപ്റ്ററിനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് കേട്ടോ. ഓക്കെ, നമുക്ക് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. നല്ലൊരു ചാപ്റ്റർ തന്നെയാണ്. നമുക്ക് കൂടുതൽ നമ്മുടെ നിത്യ ജീവിതത്തിൽ അറിയാനായിട്ട് കുറെ കാര്യങ്ങൾ നമുക്ക് സാധിക്കും. പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു ചാപ്റ്റർ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ചാപ്റ്ററാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ അങ്ങനെയല്ല, നമുക്ക് കുറെ കാര്യങ്ങൾ നിങ്ങൾക്കും എനിക്ക് എടുക്കാനും അല്ലെ, നമുക്ക് ചില കാര്യങ്ങൾ വളരെ ഇതായിട്ട് പറഞ്ഞു തരാൻ പറ്റും. കാരണം നമ്മുടെ ലൈഫിൽ പ്രാധാന്യമുള്ള കുറെ കാര്യങ്ങളാണ്. എക്സാം എഴുതി ജയിക്കുക അത് നമുക്ക് വേണം എന്തായാലും, എങ്കിലും മറുവശത്ത് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിന്റെ ഒരു ഭാഗമാണ്. ഈ ഹോസ്പിറ്റലിൽ ഇല്ലാതെ ആരെങ്കിലും നമുക്ക് സാധിക്കുമോ? അല്ലെ, ഇന്നത്തെ കാലഘട്ടത്തില് രോഗങ്ങൾ ഇങ്ങനെ പുതിയ പുതിയ രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ നമുക്ക് ഹോസ്പിറ്റലിനെ കുറിച്ച് നമ്മൾ അറിയണം, അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ ഫ്യൂച്ചറിൽ ഒരു ജോബിന് വേണ്ടിയിട്ടാണ് ഈ കോഴ്സ് നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് എങ്കിലും അതിലേറെ ബെനിഫിറ്റ്സ് നമ്മുടെ ജീവിതത്തിലും ഇതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആംബുലൻസ് സർവീസസ് നോക്കാം. ഇൻട്രൊഡക്ഷൻ ഒന്ന് ജസ്റ്റ് ഞാൻ വായിക്കാം, ഒരുപാടൊന്നും പറഞ്ഞത് തോന്നില്ല. An ambulance is a medically arranged vehicle which transports patients to treatment facilities such hospitals. ആംബുലൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാം, മെഡിക്കലി അറേഞ്ച്ഡ് ചെയ്തിട്ടുള്ള ഒരു വെഹിക്കിൾ ആണ്. പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റ്സിന്റെ ഫെസിലിറ്റീസിലേക്ക് വേണ്ടി ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ടാണ് നമ്മള് പേഷ്യൻസിനെ കൊണ്ടുപോകാനായിട്ടൊക്കെയാണ് നമ്മൾ ആംബുലൻസ് ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. An ambulance is a medically arranged vehicle which transports patients to treatment facilities such as hospital. Underline ചെയ്തോ? Okay. Then typically out of hospital, medical care is given to the patients during transport. Okay. Typically out of hospital, ഹോസ്പിറ്റലിന് പുറത്തുള്ള ഒരു എന്താ പറയാ ഒരു മെഡിക്കൽ കെയറുകളാണെങ്കിലും മെഡിക്കൽ കെയർ നമുക്ക് ഈ ഒരു ആംബുലൻസിൽ ലഭിക്കുന്നു. ഇപ്പൊ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന ടൈമില് ആംബുലൻസിൽ പേഷ്യൻസിനെ കൊണ്ടുപോകുമ്പോ ഇപ്പൊ ഒരു ICU ആംബുലൻസ് ആണെങ്കിൽ ആ ICU റൂം എങ്ങനെയാണോ ആ സെയിം അതുപോലെ തന്നെയാണ് ICU ആംബുലൻസിന്റെ ഉള്ളിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. സോ ആ ഒരു മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഡ്യൂറിങ് ട്രാൻസ്പോർട്ട് പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും അവർക്ക് ആ ഒരു ട്രീറ്റ്മെന്റ്സ് അതുപോലെ തന്നെ അവർക്ക് ലഭിക്കുന്നുണ്ട് ഇല്ലേ. നമ്മൾ ICU ആംബുലൻസ് ഒക്കെ ആണെങ്കിൽ ഷിഫ്റ്റ് ചെയ്യുന്ന പേഷ്യന്റിന് ആ ഹോസ്പിറ്റലിലെ ICU റൂം എങ്ങനെയാണോ അതുപോലെ തന്നെ ഈ ഒരു ആംബുലൻസിന്റെ ഉള്ളിൽ സജ്ജീകരിച്ചിരിക്കുന്നു. സോ പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റ് അവിടെ കട്ടാവുന്നില്ല, മറിച്ച് ആ സെയിം ട്രീറ്റ്മെന്റ് ഡ്യൂറിങ് ട്രാൻസ്പോർട്ടിന്റെ സമയത്താണെങ്കിലും ഈ ആംബുലൻസ് വഴി ലഭിക്കുന്നു. Then ambulances are used to react to medical emergencies by emergency medical services. Underline cheya EMS, emergency medical services. എമർജൻസി കേസുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു നേരിടാനൊക്കെയാണ് നമ്മൾ എമർജൻസി മെഡിക്കൽ സർവീസസിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെഡിക്കൽ
എമർജൻസി കേസുകൾ നേരിടാനാണ് ആംബുലൻസ് നമ്മൾ ഉപയോഗിക്കുന്നത്. നോർമൽ കേസുകൾക്ക് ആംബുലൻസിന് ഉപയോഗമുണ്ടോ? കേട്ടോ, നോർമൽ കേസുകൾക്കാണെങ്കിൽ ആംബുലൻസിന് ഉപയോഗം വരുന്നുണ്ടോ? ഇല്ല. എമർജൻസി ആയിട്ടുള്ള കേസുകൾക്ക് നമ്മൾ ഈ ഒരു ആംബുലൻസ് ഉപയോഗിക്കുന്നു. They can swiftly transport paramedics and other first responders to scene, carry equipment for administering emergency care and transport patient to hospital or other definitive care. എന്താണ് പറയുന്നത്? They can swiftly transport ചെയ്യാവുന്ന ഇത് swiftly എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ, അതായത് പെട്ടെന്ന് തന്നെ നമുക്ക് ആ പേഷ്യന്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് ആംബുലൻസിന് സാധിക്കുന്നു. അതുപോലെ തന്നെ പാരാമെഡിക്കുകളും അതുപോലെ തന്നെ മറ്റ് അതർ ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ്, പേഷ്യൻസിന് ശുശ്രൂഷ കൊടുക്കുന്ന മറ്റ് നഴ്സിംഗ് സ്റ്റാഫുകളും അല്ലെങ്കിൽ വേഗത്തിലേക്ക് നമ്മള് പേഷ്യൻസിനെ എത്തിക്കുന്നു. മറ്റ് ഹോസ്പിറ്റലുകളിലേക്കോ കേട്ടോ, പേഷ്യന്റ് ടു ഹോസ്പിറ്റൽസ് ഓർ അതർ ഡെഫിനിറ്റീവ് കെയർ, ഇനി മറ്റ് ഹോസ്പിറ്റലുകളിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിർണായകമായിട്ടുള്ള ഡെഫിനിറ്റീവ് കെയർ, ചിലപ്പോൾ ഒരു ഡയാലിസിസ് സെന്ററിലോട്ട് കൊണ്ടുപോകാനായിരിക്കും അല്ലെ, എന്നിങ്ങനെയുള്ള മറ്റ് എവിടേക്കാണോ പേഷ്യന്റിന് കെയർ കൊടുക്കാനായിട്ട് കൊണ്ടുപോകാനായിട്ട് സ്വിഫ്റ്റ്ലി വളരെ വേഗത്തിൽ പേഷ്യൻസിനെ ഈ ആംബുലൻസിന്റെ സഹായത്തോടു കൂടി നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, ഇൻട്രൊഡക്ഷനിൽ പറയുന്നത് ഒന്ന് വായിച്ചു നോക്കാം, ഒരു പ്രാവശ്യം വായിച്ചു നോക്കാം. ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്യണം, EMS അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഫസ്റ്റ് പാരഗ്രാഫില് രണ്ട് കാര്യങ്ങള്, ഒന്നാമത്തെ സെന്റൻസും അതുപോലെ EMS. Okay, then next one നോക്കാം. The term ambulance comes from Latin word ambulare. Underline ചെയ്യാട്ടോ. ആംബുലൻസ് എന്നുള്ള ഒരു വാക്ക് ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള ആംബുലറെ എന്നാണ് ഉരുത്തിരിഞ്ഞു വരുന്നത്. ഇനി which mean, അതിന്റെ മീനിങ് എന്താണ്? To walk or move about. അണ്ടർലൈൻ ചെയ്യാട്ടോ. മീനിങ് അണ്ടർലൈൻ ചെയ്യണം. ആംബുലറെ ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള ആംബുലറെ അണ്ടർലൈൻ ചെയ്യാം. To walk or move about. എന്താ to walk? നടക്കുക അല്ലെങ്കിൽ എന്താണ് നീങ്ങുക എന്നുള്ളൊരു മീനിങ് ആണെന്ന്. ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെ നടക്കുക അല്ലെങ്കിൽ നീങ്ങുക എന്നുള്ളൊരു മീനിങ് വന്നത്? Which is reference to early medical care where patients were carried by lifting or wheeling. അതായത് എന്താ, പഴയ കാലഘട്ടത്ത് അല്ലെ, പണ്ട് ഇങ്ങനെ ഒരു ആംബുലൻസ് എന്ന് പറഞ്ഞ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? പണ്ട് ആംബുലൻസ് എന്ന് പറഞ്ഞ സൗകര്യങ്ങളൊക്കെ, ഇങ്ങനെയുള്ളൊരു വെഹിക്കിൾ ഉണ്ടായിരുന്നോ? ഇങ്ങനെയുള്ളൊരു കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പണ്ട് കാലത്ത് ഇതുപോലെ പേഷ്യൻസിന് നമ്മള് എന്താണ് ആളുകളെ എടുത്തുകൊണ്ടൊക്കെ പോവുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാകും. ഇതുപോലെ എന്താണ് വടിയൊക്കെ വെച്ച് കെട്ടിയിട്ട് സ്ട്രക്ചർ പോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് കാട്ടിലൊക്കെ ആണെങ്കിൽ ഒരുപാട് തൂക്കി പിടിച്ചുകൊണ്ട് ആ പേഷ്യൻസ് ആരോഗ്യയെ കൊണ്ടുപോകും അല്ലെ. ചിലപ്പോ അവിടെ ഹോസ്പിറ്റലിൽ നടത്തുന്നുണ്ടാവില്ല. സോ ഇങ്ങനെ അവരെ എടുത്തുകൊണ്ട് പോവുക അല്ലെങ്കിൽ ഇതുപോലെ സ്ട്രക്ചർ പോലെയൊക്കെ അവര് തന്നെ വടി വെച്ചിട്ടൊക്കെ നമ്മൾ ചെയ്തുകൊണ്ട് അങ്ങനെയാണ് പേഷ്യൻസിനെയൊക്കെ നമ്മള് പണ്ട് കാലത്ത് കൊണ്ടുപോയിരുന്നത്. അതുപോലെ ഇങ്ങനെ വണ്ടി പോലുള്ള അങ്ങനെയൊക്കെയായിരുന്നു പേഷ്യൻസിനെ കൊണ്ടുവരുന്നത്. അതാണ് ആ ഒരു ടു വാക്ക് ഓർ മൂവ് അബൌട്ട് എന്നുള്ളൊരു മീനിങ് വരുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിലോട്ടായപ്പോഴാണ് അത് ആംബുലൻസ് എന്നുള്ളൊരു വാഹനം വന്നു. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആംബുലൻസ് ഒക്കെ നിലവിൽ വന്നത്. ഓക്കെ, അണ്ടർലൈൻ ചെയ്തല്ലോ ആംബുലറെ, അതുപോലെ തന്നെ മീനിങ്ങും. There are so many type of ambulance. ഇന്ന് പലതരത്തിലുള്ള ഡിഫറെന്റ് ആംബുലൻസുകൾ ലഭ്യമാണെന്ന്. എന്തൊക്കെയാണ്? റോഡ് ഗോയിങ് ആംബുലൻസ് അല്ലെ, റോഡിൽ കൂടിയുള്ള റോഡ് ഗോയിങ് ആംബുലൻസസ് ഉണ്ട്. അതില് വാൻ ഉണ്ടോ? വാൻ എന്നാണ് എഴുതിയിരിക്കുന്നത് ടെക്സ്റ്റില്. വാൻ എന്നാണോ? റോഡ് ഗോയിങ് റോഡ് ഗോയിങ് ആംബുലൻസില് വാൻസ്, മോട്ടോർ സൈക്കിള്, ബൈസൈക്കിൾസ്, ബസ്സസ്, പലതരത്തിലുള്ള ആംബുലൻസുകളാണ്
ടൈപ്പ് ഉണ്ട്, മോട്ടോ സൈക്കിൾ ടൈപ്പ് ഉണ്ട്, ബൈസൈക്കിൾസ് ഉണ്ട്, ബസ് രൂപത്തിലുള്ള ആംബുലൻസുകൾ ലഭ്യമാണ്. എയർ ഗോയിങ് ആംബുലൻസസ്, എയർ ഗോയിങ് ഉണ്ട്, അതിൽ ഹെലികോപ്റ്റേഴ്സ്, എയർക്രാഫ്റ്റ്. ദെൻ വാട്ടർ ഗോയിങ് ആംബുലൻസസില് ബോട്ട്, അതുപോലെ ഹോസ്പിറ്റൽ, ഷിപ്സ്. ജസ്റ്റ് എത്ര ടൈപ്പ് ആംബുലൻസസ് വേണം പറഞ്ഞിരിക്കുന്നത്. റോഡ് ഗോയിങ് ഇല്ല, അതുപോലെ എയർ ഗോയിങ് ഉണ്ട്, വാട്ടർ ഗോയിങ് ആംബുലൻസസുകൾ ലഭ്യമാണ് അല്ലെ. ഇനി ഒന്ന് വായിച്ചു നോക്കി, ദ ടേം ആംബുലൻസ് തുടങ്ങി ടൈപ്സ് ഓഫ് ആംബുലൻസ് വരെ വായിക്കാം കേട്ടോ. വായിച്ചോ? അണ്ടർലൈൻ ചെയ്തോ? ഓക്കെ, പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഫങ്ഷണൽ ടൈപ്സ് ആണ്. ആംബുലൻസിന്റെ ഫങ്ഷണൽ ടൈപ്സുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പേരുകൾ എനിക്ക് തോന്നുന്ന ഒരു 6 ടൈപ്സ്, സോറി 7 ടൈപ്സ് ആംബുലൻസുകളെ കുറിച്ചാണ് ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. നമുക്ക് ജസ്റ്റ് ആ പേരുകൾ മാത്രം ഒന്ന് നോക്കി വെക്കാം. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, ഇപ്പൊ പേരുകൾ ഒന്ന് നോക്കാം. ഫങ്ഷണൽ ടൈപ്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ എമർജൻസി ആംബുലൻസ്, then patient transport ambulance, ambulance bus, charity ambulance, then bariatric ambulance, rapid organ recovery ambulance, then psychiatric ambulance. 7 ടൈപ്പ് ആംബുലൻസ് ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അതില് ചില ടൈപ്പുകൾ നിങ്ങൾക്ക് അറിയാം. പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ഒക്കെ ആണെങ്കിൽ, എമർജൻസി ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം അല്ലെ. എമർജൻസി ആയിട്ട് കൊണ്ടുപോകുന്ന ആംബുലൻസുകളാണ്. അതുപോലെ പേഷ്യന്റിന് നമ്മൾ ട്രാൻസ്പോർട്ട് ഒരു ഹോസ്പിറ്റലിൽ നിന്നും മറ്റൊരു ഹോസ്പിറ്റലിലോട്ടൊക്കെ ഷിഫ്റ്റ് ചെയ്യാനും, അതുപോലെ മറ്റ് പ്രൊസീജിയേഴ്സ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പേഷ്യൻസിനെ നമ്മൾ കൊണ്ടുപോകാനൊക്കെയാണ് പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോ 7 ടൈപ്പ് ആംബുലൻസുകൾ പേരുകളൊന്ന് വായിച്ചു നോക്കി. 7 ടൈപ്സ് ആണ് പഠിക്കാനായിട്ടുള്ളത്. ഇനി ഓരോ ടൈപ്സും എന്താണെന്നുള്ളത് നമ്മൾ പഠിക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്താൽ മതിയോ? സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആവില്ല. പെട്ടെന്ന് അത് സ്പീഡിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാനും പറ്റില്ല. മനസ്സിലാക്കി കുറച്ച് പറഞ്ഞു തരേണ്ട ഏരിയയാണേ. നിങ്ങൾക്ക് അറിയില്ലാത്ത പുതിയ ടേംസും കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. എനിക്കത് ഒറ്റയടിക്ക് എങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ക്ലിയർ ആവില്ല. എനിക്കും ഒരു സംതൃപ്തി കിട്ടില്ല നിങ്ങൾക്കത് പെട്ടെന്ന് സ്പീഡിൽ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ. മതി അല്ലെ? ഓക്കെ, അപ്പൊ ഫങ്ഷണൽ ടൈപ്സ് ആണ്. ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചേക്കും. അടുത്ത ദിവസം നിങ്ങളൊന്ന് വായിക്കണം കേട്ടോ. വായിച്ചിട്ടും വരാം കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി, പഠിക്കൊന്നും വേണ്ട. ആ ഫങ്ഷണൽ ടൈപ്സുകൾ ഒന്ന് വായിച്ചു വെച്ചേക്കാം. നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കാം. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വെച്ചത് നമുക്ക് ഫങ്ഷണൽ ടൈപ്പ് എടുക്കാം. ആംബുലൻസ് സർവീസ് വലിയൊരു ചാപ്റ്റർ ആണോ? വലിയൊരു ചാപ്റ്റർ ഒന്നല്ല കേട്ടോ. പോയിന്റ്സ് കണ്ടപ്പോ പേടിച്ചു പോയതാണോ? വലിയ ചാപ്റ്റർ ആണെന്ന് ഓർത്ത്. പോയിന്റ്സുകളുണ്ട്, പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഇൻട്രസ്റ്റിംഗോടുകൂടി ഇരിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പേജസ് ഒക്കെ എങ്ങനെ ഇരിക്കുകയാണോ? അത്ര ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ ഒന്നല്ല കേട്ടോ. കുറച്ച് പഠിക്കാനുണ്ട്, പക്ഷെ ഈ പഠിക്കുന്നത് നിങ്ങൾക്ക് എന്താ പറയാ, നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ സാധിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് ആംബുലൻസ് ഒക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കാനൊക്കെ പറ്റുമെങ്കിൽ ഇത് നിങ്ങൾ ശ്രദ്ധിക്കും. ആംബുലൻസ് ഒക്കെ പോകുമ്പോൾ പഠിച്ചു കഴിയുമ്പോൾ ഏത് ടൈപ്പ് ആംബുലൻസ് ആണ് എന്നുള്ളതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഫങ്ഷൻസ് എടുക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്ന് വായിച്ചിട്ട് വരാം കേട്ടോ. 7 ടൈപ്സ് ഒന്ന് വായിച്ചു നോക്കണേ. ഓക്കെ, താങ്ക് യു ഓൾ.